വില്ലുമോനെ അന്ന് ലൈവ് ഇട്ടാണ് വില്ലുമോനെ വെരി പോർ സിറ്റുവേഷൻ. വില്ലുമോനെ കാണിക്കാനല്ലേ ആ ലൈവ് ഇട ലൈവ് ഇട വില്ലുമോനെ ലിസ്റ്റ് വന്ന് കാണിക്കണം പ്ലീസ്. കാണിക്കണം. അണ്ണാ, ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചായിരുന്നു. ഓക്കെ അടുത്ത ദിവസമല്ലേ അല്ല ഇതൊന്നുമല്ല അല്ല അടിക്കണല്ല അതാ പറഞ്ഞ എനിക്ക് ഞാൻ സ്ക്രീൻ ഒന്ന് ഇതായിക്കോട്ടെ. വെയിറ്റ് അങ്ങോട്ട് പോയി ഇടിക്കുന്നുണ്ടെന്ന് കാണിക്കണേ. അതുകൊണ്ട് അതാ പോണെ. ഇത് മതി ഇത് മതി ഇത് ഇട്ട് പ്ലേ ഒരു മിനിറ്റ് വെയിറ്റ് വന്നിട്ട് ആ മതി സൗണ്ട് നല്ല നിനക്കൊക്കെ ഇപ്പൊ കിട്ടുന്ന കാണിച്ചു തരാടാ. ഒന്നല്ല 50 50 ആണ് നല്ല സൗണ്ട് ആവും. ആണോ അത്ര 25 30 മതിയാടാ. ശബ്ദത്തിലല്ലല്ലോ കാര്യം. ഡസ്റ്റ് ഉണ്ടോടാ? അയ്യോ മഴ റെഡ് കാർ വലിയ പ്രശ്നമാണല്ലോ. അയ്യോ മഴ പെയ്യുന്നുണ്ടല്ലേ ഇവിടെ തൃശ്ശൂര് നല്ല മഴ. കമന്റ് എന്താണെന്ന് ഇപ്പൊ മനസ്സിലാവും. ഈ കണ്ണാപ്പി പറഞ്ഞു ശരി നമ്മളെല്ലാ ആൾക്കാരും സൗണ്ട് വെക്കടാ. സൗണ്ട് ഇല്ല. ഫുൾ സൗണ്ട് വെക്കടാ. ഞങ്ങൾ ഇവിടെ കുറച്ചോളാം. ഫുൾ സൗണ്ട് വെക്ക്. വെച്ച് ഇതാര് വില്ലുവാനോ ഇതാര് കണ്ണാപ്പിയോ വന്നിട്ട് പറയും മാറുന്ന മറ്റേ കാണും. ഹലോ ഹലോ ബ്രോ you hit my red car. No. You hit my red car. Bro, I can't understand bro what you saying. Why you hit my red car? ഇങ്ങനെ ആരെയും TG8 hit my red car. Yes. That is not Bro, no. Your car hit my red car. I am not hit you. You not hit me. Your car hit my car. Yeah. What I do for it? Bro, car to my car. ഇതിനാണ് സീവ നമ്മള് ബാക്കപ്പ് പോയ സീവ. അല്ല എടാ ഇതിനാണ് ഇപ്പൊ സിറ്റുവേഷൻ ആയിരുന്നത്. ഇതിനാണിപ്പോ വള്ളി നമ്മളെ ഇഞ്ഞുണ്ട് Are you dumb or idiot, brother? കടാ ഇപ്പിടിച്ച് don't eat my car. ആവണ്ടി Bro, why you hit my car? Hello? Bro, I am not hitting you. Bro, my car expensive, bro. Not like you, bro. ഞാനത് വേണം. Bro, say sorry to my car. I am not saying any sorry, okay? ഏതാടാ ഒരു വള്ളി കിട്ടിയിട്ട് അയ്യോ എന്തൊരു സന്തോഷമാണ് സന്തോഷം. വില്ലുമോന്റെ സന്തോഷം കണ്ടോ? ഇതിനന്തസ്സാണ് എന്റത്. ഇതിലും തീട്ട വള്ളി എടുക്കുന്ന പിന്നെ പെണ്ണ് അയ്യോ അത് അന്നാ സിറ്റുവേഷൻ അല്ല. അത് വാക്ക് തീർക്കാം. നീ പേര് വെക്കുന്ന കേവിയുടെ വണ്ടി ഇതേ പോണെന്ന് ഇല്ല KV വണ്ടി എവിടേക്കോ പോകുന്നു. അപ്പൊ കേവിയുടെ വണ്ടി ഇവിടെ അടുത്ത അത്. ഹലോ ബ്രോ വെയിറ്റ് Bro, sorry. ബ്രോ why you hit my car bro why? Bro, I am not hitted you. Say your car to sorry to my car. Simple. I am not saying any sorry, okay? Bro, you need to say sorry bro why? കാറിനോട് ചോദിച്ചോ? നീ കാറിനോട് ചോദിച്ചോ? Okay, what is your name bro? കാറിനോട് ചോദിച്ചോ? What is your name? എന്റെ നെയിം ഗോപാലൻ. ക്രേസി ഗോപാലൻ. എന്തെറ്റി? Gracie Gopalan. ക്രേസി ഗോപാലൻ. കാറിനോട് ചോദിച്ചോ? ചേട്ടാ 24 ന്യൂസ് കൺഫേം ചെയ്തു കേട്ടാ. സോറി. Wait, I will hit your car. പോടാ ഒന്ന് നിർത്തിയടാ. 24 ന്യൂസിൽ പറയുന്നുണ്ട്. കൺഫേം ആയോ? ഡെത്ത് കൺഫേം ആയോ? ആയി. അയ്യോ എന്നടാ സലീം കുമാർ മലയാള നടനാ കോച്ച് സലീം കുമാർ. പുള്ളി മരിച്ചുപോയി. റെസ്റ്റ് ഇൻ പീസ് ലെജൻഡ്. നമ്മുടെയൊക്കെ ചൈൽഡ്ഹുഡ് ഒരുപാട് ചിരിപ്പിക്കുകയും കളർഫുൾ ആക്കിയതിൽ ഒരു വലിയ റോളുള്ള ഒരു നടനാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെയൊക്കെ ഞാൻ പറയല മലയാള സിനിമ ഞാൻ എന്റെയൊക്കെ ചെറുപ്പം തൊട്ടേ ഈ ഒരു സമയം വരെ അത്രയ്ക്കും മേജർ ആയിട്ടുള്ള കുറെ നല്ല റോൾസും
കോമഡി കഥാപാത്രങ്ങളും നല്ല കഥാപാത്രങ്ങളും സീരിയസ് കഥാപാത്രങ്ങളും എല്ലാം ചെയ്തൊരു മനുഷ്യനായിരുന്നു. നമ്മുടെയൊക്കെ മനസ്സിൽ എന്നും ഒരു സാധനമുള്ള നടനാണ്. റെസ്റ്റ് ഇൻ പീസ് ലെജൻഡ്. ഒന്നും പറയാനില്ല. ഇത്രയുള്ള സിറ്റുവേഷൻ ഇതേയുള്ളോ? അല്ല ഇനിയും കാണാം. Wait, I will sit to your car. So you want to say sorry? അവൻ ഇറങ്ങി കുണ്ട പൊട്ടച്ചോനെ ഇറങ്ങി ഒലയാടി അടി 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 ഫ്ലീക്ക വാ ആണ് ഇനിയാണ് കാണാനുള്ളത്. ഇനിയാണ് കാണേണ്ടത്. ഇനി വേണ്ടല്ലേ? ഇല്ല പ്ലീസ് ഇനി ഇല്ല ഇനിയുണ്ട്. ആ മറ്റേ ഡ്രോങ്ങർ ഇല്ല അണ്ണൻ കണ്ടില്ലല്ലോ. ഇവനെ അടിച്ചു വെക്കുന്ന ഞാനാടാ. ഷൂട്ടിംഗ് ആക്കുന്ന ഞാനവന്. കഴിഞ്ഞില്ല അവന്റെ ഇതൊക്കെ ചെയ്തിട്ടാണ് അവനെ ഓസ്ട്രേലിയ എടുത്താണ്. I already told you. അയ്യോ ഇതാരാ? എന്താടാ ഇതൊക്കെ ആരീ വരുന്നത്? ഇതൊക്കെ AP മൊത്തം. ഇവന്മാര് എവിടുന്ന് വരുന്നത്? പോടാ സ്ഥലത്തിൽ പോയി കളിക്കടാ. നീയൊക്കെ ആരി? അയ്യോ അമ്മാര് 10 വരുന്നോണ്ടായിരുന്ന. 10 പേരുണ്ടായിരുന്നു. ഇന്ന് 4 പേര് 10 പേര് അടിച്ചോ? ഞാൻ 4 4 ഞാൻ 3 എടുത്ത് LX എടുത്ത് എന്റെ പിക്കാണ് കൊണ്ടുവന്ന വീണ്ടും തെണ്ടി. ഇതൊക്കെ പോരാഞ്ഞിട്ടാണ് എടുത്തിട്ട് വിട്ട് പോസ്റ്റ് എടുത്തിട്ട് അവന് പറഞ്ഞു വിട്ട്. അവന് പറഞ്ഞു വിട്ട് വെറുതെ വിട്ട്. ഞാൻ വന്ന് നോക്കിയപ്പോ അണ്ണാ ഇത് വേറെ അവര് വന്ന് വിളിച്ചിട്ട് പറഞ്ഞ് രാത്രി അവനൊന്നും ചെയ്യിപ്പിച്ചില്ല. ചെയ്യിപ്പിച്ചൊന്നുമില്ല. പിക്കപ്പ് ലൈന് പറഞ്ഞിട്ട് പറഞ്ഞു വിട്ടു. ഞാൻ അതിന് ശേഷം സിറ്റുവേഷൻ കാണണം. എന്നിട്ട് നമ്മളെ ഡെസ്ട്രോനെ പ്രപ്പോസ് ചെയ്തവൻ. നീ സ്വല്യാവണം. കണ്ടപ്പെട്ട അല്ല നിന്നെ എന്തിനാ തല്ലിയപ്പം കണ്ണാപ്പിനെ? അല്ലല്ല പെണ്ണേസല്ല, ഇത് പെണ്ണുമായിട്ട് ബന്ധമില്ലെന്ന്. കുറച്ചു മുമ്പ് കൊണ്ടുപോയി ഒന്ന് വെടി കൊച്ചു കത്തിച്ചില്ല അവനെ. അതിന്റെ അത് സിറ്റിസണ്ണെ അണ്ണ കത്തിച്ചത്. ഇവന്മാർക്ക് അതി റോളില്ല. ആള് അവന്റെ കൂടെ അല്ല അവനല്ല അടിച്ച്. ഞാൻ പറഞ്ഞുതരാം അണ്ണാ. ഈ പറഞ്ഞ ഇവൻ ട്രിക്സ് എന്ന് പറഞ്ഞവൻ മുമ്പ് കളിച്ച TP എന്തോ ഗ്യാങ് ആണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നാണ് നോട്ടിലോട്ട് കയറുന്നത്. ഇന്ന് ഇവൻ ചുമ്മാ ഒരു കാര്യമില്ലാതെ ലോറ തന്നെ മറ്റേ സംഭവം എന്ന് പറഞ്ഞ് ഇന്ന് അവനെ അടിച്ച് കൊന്ന് കത്തിച്ച്. ചുമ്മാ അതിന് ചെയ്തില്ലേ അണ്ണാ? കണ്ണാപ്പി അത് നീ ചെയ്തോ? ഞാൻ അവനെ കൊന്നു കത്തിച്ചോണ്ട്. അവനിപ്പോ TP ചോദിക്കുന്നത് അത് നീ ചെയ്തോ? അവൻ സിറ്റിസണാണ്. അവന് ചെയ്തു. എടാ അത് ചെയ്തു. അത് തന്നെ നിന്റെ അടുത്ത് പറയുന്ന. അവൻ നേരത്തെ കളിച്ചോണ്ടിരുന്ന ഗ്യാങ് ആണ് TP. അതുകൊണ്ടാണ് അവന്മാര് കൂടെ വന്നിരുന്ന് അടിച്ചത്. ഇപ്പം അണ്ണ അങ്ങനെ സിറ്റിസന്റെ പേര് ഗ്യാങ്ങിൽ സിറ്റുവേഷൻ എടുക്കാൻ പറ്റത്തില്ലല്ലോ. എടാ അത് എനിക്ക് അറിഞ്ഞൂടാ. അവന്മാര് വന്നതിന്റെ ലോജിക്കാണ് പറയണത്. മനസ്സിലായോ? അതെനിക്ക് മനസ്സിലായി. വന്നതിന്റെ ലോജിക്ക് അതിങ്ങനെ. പക്ഷെ ലോജിക്കലി RPS ലോജിക്കലി ഇത് പറ്റത്തില്ലല്ലോ. ലോജിക്കലി എനിക്ക് TVക്ക് വേണ്ടി പെണ്ണേഴ്സിൽ ഇടപെടാനും ബുദ്ധിമുട്ടുണ്ട്. അണ്ണ ഇത് പെണ്ണേഴ്സ് അല്ലെന്ന്. ഇത് പിന്നെ എന്താ കണ്ണാപ്പി ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നില്ലേ? അല്ല ഞാൻ പറയട്ടെ, നിങ്ങളൊക്കെ ഗേൾഫ്രണ്ട് RP റിലേഷൻഷിപ്പിൽ ഇടപെടാൻ TVയോ ഞാനോ ആരെങ്കിലും വരാറുണ്ടോ? അപ്പൊ പ്രശ്നം വരുമ്പോഴും സ്വന്തമായിട്ട് ഡീൽ ചെയ്യാം. മനസ്സിലായ? അതിനകത്തോട്ട് TV എടുത്ത് വെക്കാൻ എനിക്ക് പറ്റത്തില്ല. ഇനി ആരെന്ത് പറഞ്ഞാലും പിണങ്ങിയാലും. മനസ്സിലായ? അതാണ് സ്റ്റാൻഡ്. അതിനകത്ത് എനിക്ക് ഇടപെടാൻ പറ്റത്തില്ല. ഇടപെടുത്തതും ഇല്ല. TV ഒരാൾ പോലും ഇടപെടത്തില്ല. പിന്നെ നിന്നെയൊക്കെ ബെസ്റ്റിയത്തല്ല നടക്കുമല്ലേ ഞാൻ ഗ്യാങ് ഉണ്ടാക്കിയിട്ട്.
നീയൊക്കെ ഇത് കഴിഞ്ഞ് അടുത്ത ദിവസം വേറൊരു കൂടെ കപ്പിളാർപ്പിയും കളിച്ചോണ്ടിരിക്കും. അന്നേരം ബാക്കിയുള്ളവന്മാരൊക്കെ എന്റെ മണ്ടക്കോട്ട് മെക്കിട്ട് കയറാൻ വരും ഇതിന്റെ പേരില്. ഞാൻ അതിന് ചോദിക്കാൻ പോവാ. പറഞ്ഞ മനസ്സിലാണ്. പിന്നെയും പിന്നെ തർക്കിച്ചോണ്ടിരിക്കുക. നീ അതുകൊണ്ട് ട്രിഗർ ആക്കിയതാണെന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് മനസ്സിലായാലേ? ഓവർ ആയിപ്പോണേ. ഒരു ഓവറും ഇല്ല. ഞാൻ ഇങ്ങനെ തന്നെ ബ്രോ ഗ്യാങ് കൊണ്ടുവന്നേ. ഇവിടെ ഒരുത്തിന് മാത്രം എന്താ ഞാൻ എക്സ്ക്യൂസ് കൊടുക്കണോ? ഒന്നുമില്ല. ഇങ്ങനെ തന്നെ നിൽക്കുള്ളൂ. ഒന്നുമില്ല. അവൻ ഗ്യാങ് ആണോ ഗ്യാങ് അല്ലാത്തൊന്നും എന്റെ കാര്യമല്ല ബ്രോ. ആ സിറ്റുവേഷൻ തുടങ്ങിയത് അവിടുന്ന. എനിക്ക് അതിനകത്ത് ഒരു സിറ്റുവേഷൻ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് താല്പര്യമില്ല. ഞാൻ ഇവരുടെ സിറ്റുവേഷനിലൊന്നും ഞാൻ ഈ പറയണത് പോലെ ഒരു ഇവരുടെ കപ്പിളാർപ്പിയിലോ ഇവരുടെ കാര്യത്തിലോ ഒന്നും ഞാൻ ഇടപെടാറില്ല. ഞാൻ ഇവരെ വിലക്കാറില്ല, ചെയ്യേണ്ടെന്ന് പറയാറില്ല. പിന്നെ അടി വരുമ്പോൾ മാത്രം ഞാൻ ഇടപെടണോ? അതെന്ത് പരിപാടി? അത് താല്പര്യമില്ല എനിക്ക്. അതിന്റെ പേര് ടി വി വെച്ച് സിറ്റുവേഷൻ എടുക്കാൻ എനിക്ക് താല്പര്യമില്ല. കുഴപ്പമില്ലെന്നല്ല, ഞാൻ എടുക്കത്തില്ല കണ്ണാപ്പി. നീ കുഴപ്പമില്ലെന്നല്ല എടുക്കത്തില്ലത്. കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ എടുക്കത്തില്ല. കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ എടുക്കത്തില്ല. അത് വലിച്ചു കൊടുക്കും. ഞാൻ ചത്തുകൂടാ എന്നൂടെ ഇരുന്ന് കയറാൻ പോലും പറ്റുന്നില്ല. കുറച്ച് കഴിയുമ്പോ അവൻ ചുറ്റി കയറാൻ പറ്റില്ല. കത്തുവാണോ? ഒരു 5 മിനിറ്റ് അല്ലെ 10 മിനിറ്റിനുള്ളിൽ കത്തിക്കൊണ്ടിരിക്കുക. ഇല്ല, ഞാൻ ലോഡായി കൂടി ഇല്ലല്ല, പി എൽ കുറവാണല്ലോ. അല്ല കുറയുന്നുണ്ടല്ലോ. 14 പി എൽ 11 10 സബ് മിസ് ചെയ്തോ? അയ്യോ ഞാൻ കണ്ടില്ലടാ. നോക്കട്ടെ. ഞാൻ കണ്ടില്ല. കത്തി. ആരായിരുന്നു സബ് ചെയ്തേ? റാംബോ ബ്രോ താങ്ക് യു സോ മച്ച്. 5 ഈഗിൾ ഗെയിമിംഗ് മെമ്പർഷിപ്പ് ഗിഫ്റ്റ്. റാംബോ ബ്രോ താങ്ക് യു സോ മച്ച്. റാംബോ ബ്രോ താങ്ക് യു. പി എൽ കുറവുണ്ട്. ആരും ഇല്ലടാ സിറ്റിയിലൊന്നും. FPS നോക്കുന്നു. ഈ പീസിൽ എനിക്ക് FPS ഉണ്ടോ അത്യാവശ്യം? ഗ്യാങ് മെമ്പറിന് പ്രയോറിറ്റി കൊടുക്കാനോ? ഗ്യാങ് മെമ്പറിന് പ്രയോറിറ്റി എന്താ കൊടുക്കണേന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ബ്രോ. എനിക്ക് എങ്ങനെയാ ഗ്യാങ് മെമ്പറിന് പ്രയോറിറ്റി കൊടുക്കണേന്ന് എനിക്ക് നല്ലപോലെ അറിയാം. ഇങ്ങനത്തെ കേസിൽ ഞാൻ ഇടപെടത്തില്ല, ഗ്യാങ് ഇടപെടുക്കത്തില്ല. ഇനി ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു സ്റ്റാൻഡ് ഉണ്ട് ബ്രോ. അതിന്റെ അപ്പുറത്ത് ഞാൻ നിൽക്കത്തില്ല. ഇനി എത്ര ഹേറ്റ് വന്നാലും എന്ത് വന്നാലും ഈ ഗ്യാങ്ങിന് വേണ്ടി പരുന്ത് ദിവസം എന്ന് പറയുന്ന ക്യാരക്ടറിന് ഒരു സ്റ്റാൻഡ് ഉണ്ട്. അതിന്റെ മുകളിലോട്ട് ഇനി ദൈവം തമ്പുരാൻ വന്ന് പറഞ്ഞാലും ഞാൻ മാറ്റൂല. അതങ്ങനെയാ ബ്രോക്ക്. ചിലപ്പോൾ പുതിയ വ്യൂവർ ആയതുകൊണ്ട് ബ്രോക്ക് തോന്നുന്നതായിരിക്കും. ഞാൻ അത് ചെയ്യത്തില്ല, ഞാൻ ഇതാക്കത്തില്ല. ഇതിലൊരു ഡൗട്ടും ഇല്ല. എനിക്ക് താല്പര്യമില്ല. നിങ്ങൾ എപ്പോഴും കണ്ടിട്ടുണ്ടോ ഞാൻ ഇവരുടെയൊക്കെ കൂടെ പോയി ഈ കപ്പിളാർപ്പി ചെയ്യുന്നവന്മാരുടെ അടുത്ത് പോയി ഇന്റർഫിയർ ചെയ്തോ നശിപ്പിക്കാനോ മറ്റേ ഹേറ്റ് പറയാനോ ഞാൻ നിൽക്കാറില്ല. നമ്മളെ ഈ ഒരു പെർട്ടിക്കുലർ ആളൊരു റിലേഷൻഷിപ്പ് ആർപ്പി ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഗ്യാങ്ങിന് ഒരു ഡെക്കോറോ അതുപോലെ ഒരു ഹൈറാർക്കി ഉണ്ട്. ആ ഹൈറാർക്കിക്ക് അനുസരിച്ച് നിൽക്കണം. ഇപ്പൊ കണ്ണാപ്പിയെ പോലെ ഒരാളുടെ ലവർ എന്ന് പറഞ്ഞാൽ കണ്ണാപ്പി ഇവിടുത്തെ മെമ്പറാണ്. കണ്ണാപ്പിയെ പോലത്തെ ഒരാളുടെ ലവർ എന്ന് പറഞ്ഞ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇവിടെ കൊണ്ടുവരുന്ന സമയത്ത് അവന്റെ ഫാമിലി ആയിരിക്കണം. ഈ പറയണത് പോലെ നമ്മുടെ ടി വി എന്ന് പറയുന്ന സാധനത്തിന് ഒരു പ്രയോറിറ്റി ഉണ്ട്. അത് കൂടെ നിൽക്കുന്ന ആളെ പറഞ്ഞ് മനസ്സിലാക്കണം. മനസ്സിലായോ? അപ്പൊ ആ സമയത്ത് വരുന്ന സമയത്ത് എന്താ ബാക്കിയുള്ള മെമ്പേഴ്സിനെ റെസ്പെക്ട് ഇല്ലാതെ ബിഹേവ് ചെയ്യുന്നത് എനിക്ക് എന്റർടൈൻ ചെയ്യാൻ പറ്റത്തില്ല. അത് അങ്ങനെ തന്നെയാണ്. എനിക്ക് ഗ്യാങ് ആണ് പ്രയോറിറ്റി. എനിക്ക് ഗ്യാങ്ങിലെ മെമ്പേഴ്സാണ് പ്രയോറിറ്റി. അല്ലാതെ ഗ്യാങ് മെമ്പേഴ്സിന്റെ റിലേഷൻഷിപ്പ് അല്ല എനിക്ക് പ്രയോറിറ്റി. അലീന ക്വസ്റ്റ്യൻ മാർക്ക്. എന്താ അലീനയ്ക്ക് എന്താ അലീനയുടെ കാര്യത്തിൽ എന്താണ് ഞാൻ മറ്റേ ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ എപ്പോഴും നിങ്ങളെന്താ അലീനയുടെ കാര്യമൊക്കെ പറയണേ? അലീനയ്ക്ക് വേണ്ടി പോയി. എന്താ അലീനയ്ക്ക് വേണ്ടി പോയതിന് കാരണമുണ്ട്. ഇതുപോലാണോ? അല്ല അത് ഇതുപോലാണോ? എടാ നിനക്കൊക്കെ ബ്രെയിൻ ഇല്ലടാ. നിനക്കൊന്നും ആലോചിക്കുള്ള ബുദ്ധി ഇല്ലടാ. അലീന അബ്യൂസ് ചെയ്തതും ഇതും തമ്മിൽ എന്താണ്? നിനക്കൊന്നും ആലോചിക്കുള്ള ബുദ്ധി ഇല്ലടാ. ഇത് അവന്റെ ആ പെണ്ണിന്റെ പുറകെ കിടന്നു പറഞ്ഞ അവന്റെ ബെസ്റ്റിയെ പോയി തല്ലണോ ഞാൻ? എടാ നീയൊക്കെ എന്ത് ബ്രെയിൻ ഡെഡ് ആണോ നീയൊക്കെ? നിനക്കൊക്കെ ഇത്രയും ഉള്ള ചിന്തിക്കാനുള്ള ബുദ്ധി? അതിനെ അബ്യൂസ് ചെയ്തതും ഒരുത്തിന്റെ ബെസ്റ്റിയെ തല്ലാൻ പോകുന്നതും തമ്മിലുള്ള ആണോ നീയൊക്കെ ടി വിയെ കമ്പയർ ചെയ്യണം? കഷ്ടം തന്നെയാണോ നിന്റെയൊക്കെ? പറയാതിരിക്കാൻ വയ്യ. ഇതും പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കാവോ? അലീനയ്ക്ക് വേണ്ടി ചോദിക്കാൻ പോയില്ലേ കണ്ണാപ്പി? നിനക്ക് വേണ്ടി ചോദിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് നീ അവന്റെ ചാറ്റിൽ പോയിട്ട് ചിലപ്പോൾ അവൻ അത് കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുമായിരിക്കും.
ഓരോ കേണ്ടകൾ വന്നേക്കുന്നത്. എന്തോടെ പറഞ്ഞു കേട്ടില്ല. ഹലോ എന്തോടാ പറഞ്ഞേ? അണ്ണാ KVP വെച്ച് ഇപ്പൊ നമ്മള് 30 മിനിറ്റ് പ്രീ വാർ അടിക്കുമല്ലേ എന്ന് ഓൺഗോയിങ് സിറ്റുവേഷൻ ആയതുകൊണ്ട് അടിക്കാൻ പറ്റുമെന്നാ അവര് പറയുന്നത്. 30 മിനിറ്റോ? ആ എല്ലാരോടും കേറാൻ പറയാന്നാ. വെയിറ്റ്, ഞാൻ ഒന്ന് ചോദിച്ചു ഉറപ്പ് വരുത്തിയോട്ടെ അണ്ണാ, മറ്റേ ഇതിന്റെ സംഭവം ഉണ്ടോന്ന്. അണ്ണാ 98 റേഡിയോ 98. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. കണ്ണാപ്പിക്ക് വേണ്ടി സംസാരിക്കാൻ എന്റെ ചാറ്റിൽ ഒരുത്തിനും വരണ്ട. അതൊക്കെ അവന്റെ ലൈവിൽ പോയി നീയൊക്കെ ചെയ്താൽ മതി. എന്റെ അടുത്തോട്ട് വരല്ലേ. അതുകൊണ്ട് അവന് വേണ്ടി സംസാരിക്കുവാണെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് ആള് ഇറക്കാൻ വന്നാണെങ്കിൽ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. വല്ല വിളിച്ച് ഞാൻ പറയും. പിന്നെ കണ്ണാപ്പി അല്ലേ നീ, കണ്ണാപ്പിയോട് നല്ല ഏതാവൻ വന്ന് പറഞ്ഞാലും എന്റെ തീരുമാനം മാറ്റാൻ ഞാൻ തന്നെ വിചാരിക്കണം കേട്ടാ. നീയൊന്നും എന്നെ പഠിപ്പിക്കണ്ട. പിന്നെ നീയൊക്കെ വന്ന് കണ്ണാപ്പിക്ക് വേണ്ടി എന്റെ തീരുമാനം മാറ്റിക്കാൻ പറ്റുമെങ്കിൽ നീ ഒന്ന് മാറ്റിക്ക്, ഒന്ന് മാറ്റി ചോക്ക്. ഒരുത്തനും ഇവിടെ തല്ലാൻ പോകത്തില്ല. ഞാൻ പറയാതെ ഒരുത്തനും ഇവിടെ തല്ലാൻ പോകത്തില്ല, തല്ലത്തും ഇല്ല. അതിന്റെ പേരിൽ ഒരു സിറ്റുവേഷൻ എടുക്കത്തില്ല. DP ആയിട്ട് സിറ്റുവേഷൻ എടുക്കത്തില്ലെന്ന് പറഞ്ഞാൽ എടുക്കത്തില്ല. നിനക്ക് എടുപ്പിക്കാൻ പറ്റുമെങ്കിൽ നീയൊക്കെ ഇരുന്ന് ഉണ്ടാക്ക്. പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാവൂലേ? ഹലോ ബ്രോ, കേക്കാവോ ബ്രോ? ഞാൻ ടിവിയുടെ ലീഡർ ആയിരുന്നു. ഞാൻ സിറ്റുവേഷനിൽ ഇല്ലായിരുന്നു. എന്താണ് ഇപ്പൊ പ്രീവാർ അടിക്കാനാണോ? ബ്രോ സിറ്റി ഓക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ 2-3 ദിവസത്തെ കാര്യം പറയാം. 2-3 ദിവസമായിട്ട് ഇത് കത്തിപ്പോകുന്നത് കൊണ്ട് ദൈവങ്ങൾ പറയാൻ പോണെന്ന് പറഞ്ഞാൽ, അല്ല അഡ്മിൻസ് പറയാൻ പോണെന്ന് പറഞ്ഞാൽ കത്തിപ്പോകുന്ന കേസിൽ അവർ ഇടപെടത്തില്ലെന്നായിരിക്കും അവർ പറയാൻ പോണത്. അത് 2 സൈഡ് ഓക്കെ ആണെങ്കിൽ മാത്രമേ പ്രീ വാർ അടിക്കാൻ പറ്റുള്ളൂ നമുക്ക്. കത്തിപ്പോണം നിങ്ങൾക്ക് ഇഷ്യൂ ഇല്ല. ഇപ്പൊ PVP ഹോൾഡ് ആണെന്നാ പറഞ്ഞത്, അത് മാറിയോ? അറിഞ്ഞൂടാ, ചോദിക്കേണ്ടി വരും. ഓൺഗോയിങ് സിറ്റുവേഷൻ പറ്റുമോ അണ്ണാ? ഇത് ശോകമാണ്. എന്ത് ശോകമാണ് ബ്രോ? സത്യം പറയല്ല, കണ്ണാപ്പി പെണ്ണുങ്ങളുടെ പേരും പറഞ്ഞ് എടുക്കുന്ന ശോകമാണോ എന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. ഞാനിപ്പോ പറഞ്ഞല്ലോ ബ്രോ, ഞാനത് ഓൾറെഡി പറഞ്ഞു. എനിക്കത് എന്റർടൈൻ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ എന്റർടൈൻ ചെയ്യത്തുമില്ല. അത് ഒരു ഇനി എന്ത് വന്നെന്ന് പറഞ്ഞാലും എന്റർടൈൻ ചെയ്യൂല. ഹലോ പറയടാ വില്ലു, എന്താ പറഞ്ഞേ? ഞാൻ ഗ്യാങ്സിന്റെ ഫ്രണ്ടില്. നീ എവിടേക്ക്? ഞാൻ മുതുകിലോട്ട് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. നീ മുതുകിലുണ്ട്, അങ്ങോട്ട് വരാം. എന്താ ആരെന്ത് പറഞ്ഞേ? ആരോടാ അടിച്ചു തെറിപ്പിച്ചേ? ഹലോ, ഞാനാ. നിന്നെ തന്നെയായിരുന്നു. PP ഹോൾഡിലാണ്. PP ഹോൾഡ് ഓൺഗോയിങ് സിറ്റുവേഷൻസ് പറ്റുമെന്ന് പറയണം. കേട്ടു ചോദിച്ചാലും വേണ്ട വിട്ടേ. ഹലോ, ഈ ഉമ്മാരുടെ അടുത്ത് ചോദിക്കണോ? KVP അടുത്ത് ചോദിച്ചാൽ ഓൾറെഡി സംസാരിച്ചു. അമ്മ വീഴ്ചയില്ല. ഞാൻ റേഡിയോയിലുണ്ട്, കണക്ട് ചെയ്തിട്ടേക്കോ. നമ്മുടെ ബാക്കിയുള്ളവരുടെ അടുത്തൊന്ന് കേറാൻ പറഞ്ഞേടാ. ഒന്നാമത്തെ കാര്യം കഴിച്ച് ഈ ആളില്ലാത്ത സമയത്ത് സിറ്റുവേഷൻ എടുക്കുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത കാര്യം. പലവട്ടം പറഞ്ഞതാ, ആളില്ലാത്ത ദിവസം ഇങ്ങനെ സിറ്റുവേഷൻ എടുക്കരുതെന്ന്. നിങ്ങൾ ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ വെളിയിൽ നിന്ന് കാണുന്നവരായിരിക്കും, നിങ്ങൾക്ക് അറിയത്തില്ല എന്തോ നടക്കുന്നതെന്ന്. പക്ഷെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഗ്രൂപ്പിനകത്ത് എല്ലാവരും എണ്ണീറ്റ് വരുമ്പോൾ തന്നെ ഇന്ന് എത്ര പേര് അവൈലബിൾ ആണെന്നുള്ള ലിസ്റ്റ് ഇടും. ഇന്നത്തെ ലിസ്റ്റ് ഇന്ന് പോയവന്മാരെല്ലാം പറഞ്ഞിട്ടാ പോയത്. ഇല്ല, ഞാൻ ഒരിക്കലും അവരെ കുറ്റം പറയത്തില്ല. ഡെയിലി RP കളിച്ചോണ്ടിരിക്കാൻ ഞാൻ പറയത്തില്ല.
അവർക്കൊരു ഓഫ് ഡേ വേണമെന്ന് തോന്നി അവരെല്ലാവരോടും ഒരുമിച്ച് ഓഫ് ഡേ കൂടുന്നു. ഒരു തെറ്റുമില്ല അതിൽ, പൊക്കോട്ടെ. ആ ദിവസം നമുക്ക് സിറ്റുവേഷൻ വേണ്ട, അത്രേ ഉള്ളൂ. എന്നിട്ട് ഇതിപ്പോ സിറ്റുവേഷനും ആക്കി വെച്ചിട്ട് അണ്ണാ കേൾക്കുന്നില്ല ഏട്ടാ. അല്ലാടെ ഞാൻ ഇവിടെ സംസാരിച്ചോടാ, വെളി സംസാരിച്ചു. അണ്ണ ഇല്ലാത്ത സമയത്ത് ദർശൻ എന്റെ അടുത്ത് എപ്പോഴും ചോദിക്കും അണ്ണൻ വന്നോ, അണ്ണൻ എവിടെയാ. ഈ സാനിക്ക് അണ്ണന്റെ അടുത്ത് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞു. ആ അണ്ണന്റെ അടുത്ത് പറഞ്ഞോ? സാനി എന്നെ ഇടക്കിടക്ക് വിളിക്കാറുണ്ട്. ഇല്ല, എന്റെ അടുത്ത് ദർശന പറഞ്ഞാട്ടാ. ആ ദർശനക്കറിയോ സാനിയൊക്കെ എന്നെ ഇഷ്ടമാണ്? ആ പിന്നെ ബട്ട് ഈ ദർശനയ്ക്കും അണ്ണന്റെ അടുത്ത് ഇഷ്ടമുണ്ടെന്നാണ് എന്റെ അടുത്ത് എപ്പോഴും ചോദിക്കും. ദർശനക്ക് എന്നെ ഇഷ്ടമാ, സാനിയൊക്കെ എന്നെ ഇഷ്ടമാ. അതെ, അത് ദർശനയ്ക്ക് അറിയാം. ദർശന എങ്ങനെ അറിഞ്ഞു? ദർശനം സെറ്റാക്കാം, ശബരിമല അല്ലേ എപ്പോഴാന്ന് വെച്ചാ പോവാലോ. ഞാൻ വിളിച്ചിരുന്നതാണ്. നിനക്കല്ലേലും എന്റെ എന്തുവാടാ അറിയാത്ത. അണ്ണാ കിക്കിന് ചെറിയ ഡിലേ കൂടിയിട്ടുണ്ട്. അത് ഞാൻ ഇട്ടതാ, ആണ്ടേ. സ്ലൈറ്റ്. അത് വേറെ പരിപാടി ആരത് പറഞ്ഞിട്ടില്ല. നീ എന്താ പറയാ വന്നേ? അല്ലടാ നിന്റെ ബോസണ്ണം വന്നില്ലേ ഇന്ന്? നിന്റെ ബോസണ്ണനെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ ടിവിക്ക്? അണ്ണാ ബോസണ്ണനല്ലേ നമ്മുടെ മെയിൻ. എന്തെങ്കിലും ഉപകാരം ഉണ്ടോ? ഇന്ന് കളിക്കാൻ പോലും ആളില്ല. എന്ത് നിന്റെ ബോസണ്ണൻ? ആണ് കൂടുതലാവുമെന്ന് വിചാരിച്ചില്ലേ ബോസണ്ണൻ വരാത്തെ? ആണോ? അയ്യോ ഭയങ്കര ഇത് ബോസണ്ണന്റെ കോൺട്രിബ്യൂഷൻ ഭയങ്കരമാണല്ലോ ഇപ്പൊ. ബോസണ്ണനല്ലേ എന്റെ ഒരു ബോസണ്ണം വന്നിരിക്കുന്നു. മറ്റന്മാരെല്ലാം റേഡിയോ ഇറങ്ങി പോയെന്ന് തോന്നട്ടാ. പിങ്ങും പേരും ഉണ്ടെങ്കിൽ സർവർ സൈഡ് ഹോൾഡ് ഇട്ട് വെക്കും. അപ്പം 2 ടീമും അക്സെപ്റ്റ് ചെയ്താലേ കളിക്കാൻ പറ്റുള്ളൂ. അവന്മാർ ഓക്കെ ആണെന്നാണ് പറയണത്. നമ്മൾ ഓക്കെ അല്ല. നമ്മൾ ഓക്കെ എന്ന് പറഞ്ഞാൽ 4 പേരെ വെച്ച് ഞാനിതൊന്ന് കേറാൻ പറഞ്ഞ എന്താ സ്ട്രൈക്ക് ആയിക്കൊണ്ടിരിക്കും. നമ്മള് കളിക്കാൻ പോകുമ്പോ എന്തായാലും പീല് വരും. ഞാൻ ഇതൊക്കെ അറിയാലോടാ, സിറ്റുവേഷൻ എടുക്കുന്ന സമയത്ത് എല്ലാവർക്കും രാത്രി ഇങ്ങനെ ലോഡിങ് എപ്പോ വരും? ഞാൻ എടുക്കാം. അണ്ണാ മറ്റേത് വിളിക്കുന്നേ എന്ത്? അണ്ണൻ കൂടെ വന്നേ. ദർശനം വിളിക്കുന്നേ. എടുത്ത് ഞാൻ ഉണ്ടെന്ന് പറയണ്ട. ഓക്കെ ഞാൻ സ്പീക്കർ ഇടാവേ. ഹലോ ദർശനേ. ഞാൻ ദർശനം ഉണ്ടോ നോക്കാൻ വേണ്ടി വിളിച്ചതാ. നീ എവിടെ? അണ്ണുണ്ട് സിറ്റിയിലുണ്ട്. തിരക്ക് അല്ല. പിന്നെ മീറ്റ് ചെയ്യാലോ. നീ ദർശനം എവിടെയുണ്ട്? ആണാ? ഞാൻ ഇപ്പൊ വിളിക്കാം. ഞാൻ ചോദിച്ചോ കേട്ടാണ് അടുത്ത്. വിളിച്ചോ അങ്ങോട്ട് വിളിച്ചോ. അതിലെന്നെ കണ്ടില്ലേ? വന്നനുണ്ടോ? നീ എനിക്ക് സെറ്റാക്കി തരാൻ അങ്ങനെ ബുദ്ധിമുട്ടല്ലേ നീ? മനസ്സിലായോ? അണ്ണ എന്റെ അടുത്ത് എപ്പോഴും ചോദിക്കും. ഒന്ന് മാറിക്കണം. ദർശനാണ്, അതുകൊണ്ടൊന്ന് മാറിക്കാൻ പറഞ്ഞത്. ഹലോ പറയൂ ദർശന. സുഖമാണ്. കാണാൻ പറ്റുമോ? അയ്യോ എനിക്ക് ഇന്ന് വാറുണ്ടായിരുന്നേ, പ്രീവാറും ഉണ്ടായിരുന്നേ. ആണോ? അതെ. തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ദർശനം വിളിക്കാം ഉറപ്പായിട്ടും. അല്ല എനിക്ക് കൊറേ കാര്യം അണ്ണനോട് പറയാനുണ്ടായിരുന്നു. കൊറേ കാര്യമുണ്ടോ? കൊറേ കാര്യമുണ്ട്. ഓക്കെ കാണാം ദർശന, കാണാം. ഓക്കെ. എന്നോട് പറയാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതായിരിക്കണം. ഏത്? ഞാൻ പറഞ്ഞത്. എനിക്ക് അണ്ണന്റെ അടുത്ത് എന്തോ ഇതുണ്ടെന്ന്. അതോ അണ്ണന്റെ അടുത്ത് ഇഷ്ടമുള്ളത് പറയൂ ഇപ്പോഴേ. കേട്ടില്ല. അവൾ എന്തോ സംസാരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു അണ്ണൻ അന്ന് ഞാൻ വേറെ പെങ്കൊച്ചിന് നോക്കാൻ പോവാന്ന് പറഞ്ഞപ്പോ അവള് അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞു. പറ്റില്ല എന്ന് പറഞ്ഞ അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞു.
പറ്റൂലെന്ന് ഞാൻ പറഞ്ഞു. പറ്റൂല. രണ്ടും ഒന്ന് തന്നെ. പെറ്റില്ല. ഞാൻ ഇത് മനസ്സിലാവണേ മനുഷ്യന്. പറ്റില്ല. ഞാൻ പെട്ടെന്ന് കേട്ടപ്പോ അവള് പെറ്റില്ലെന്ന് പറഞ്ഞത്. അങ്ങനെയല്ല, ഇങ്ങനെ ചോദിച്ചപ്പോൾ അണ്ണനെ വേറെ പെങ്കുച്ചിനെ നോക്കുവാന്നാ അവള് പറഞ്ഞ പറ്റൂലെന്ന് പറഞ്ഞ. അതെന്തേലും പറയേണ്ട ആവശ്യമാണ്. എടാ എനിക്ക് നിനക്കറിയാലോടാ, എനിക്ക് ഗ്യാങ് ഒക്കെ അല്ലടാ പ്രയോറിറ്റി. സത്യല്ലേ? അപ്പൊ ഹലോ ദർശനീന് ഹലോ ബ്രോ പറഞ്ഞോ. ഓൺ റിസ്കിലും ഇല്ല, എല്ലാം ഹോൾഡ് ആണ് പറയുന്നത്. അപ്പൊ നമുക്ക് നാളെ കണ്ടിന്യൂ ചെയ്യാം. ഇന്ന് പക്ഷെ PL ഇതൊക്കെ കുറവല്ലേ? അപ്പൊ ഇന്ന് കളിക്കുന്ന ഞാൻ ചോദിച്ചു നോക്കി അഡ്മിനോട്, അപ്പൊ അവര് പറയുന്നതാ. ബ്രോ ഒന്ന് ഹെൽപ്പ് ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ചോദിക്കും. ഞാൻ ചോദിച്ചോക്കട്ടെ. എടാ ഒന്ന് ഹെൽപ്പ് ഇട്ടെടാ, ഒന്ന് അഡ്മിനോട് ചോദിച്ചു. ക്യാം അല്ലടാ, എന്റെ ഈ സീറ്റ് താണു പോണതാ, മനസ്സിലായ? ഈ സീറ്റ് താണ് പോണത്. ക്യാം കുറച്ച് താഴോട്ട് വരും. 3 അഡ്മി വരും. 4 5 6 7 8 ഇന്ന് വേണ്ട, നാളെ മതി. ഞാൻ നോക്കണം 9 4 10 വന്നിട്ടില്ലെങ്കിൽ നീ 9 3 ഒരു മിനിറ്റ്. 9 45 അല്ല 9 50. വിളിക്കാൻ പറയുമ്പോ വേറെ ആരെയും വിളിച്ചേ. ഹലോ എന്താ നിന്നിട്ട് വിടാ. നാളെ മതിയാണോ? നോക്കട്ടെ. ചോദിക്കട്ടെ. ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കട്ടെ. ഇത് പറ്റുവാണ്. എന്താടാ കേട്ടില്ല? എന്നോക്കെ ഇത് പറ്റുമെന്ന്. എന്താടാ കേട്ടില്ല? ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റുമോ നോക്ക്. എന്താ വരൂലടാ അഡ്മിൻ. ഇത് എന്താ വരുത്തില്ലല്ലോ? ഡിസ്പ്ലേ ക്യാപ്ചർ ആണോ? ഗെയിം ക്യാപ്ചർ അല്ലേ? സെക്കൻഡുള്ളിൽ വരണമെന്ന് പറഞ്ഞിട്ട് ഇന്ന് മതി. അങ്ങനെ പറഞ്ഞ അഡ്മിൻസ് അടുത്ത് ചോദിക്കട്ടെ. ഇന്നതാ PL ഇല്ല, PL ഇതൊക്കെ കുറവാ. അഡ്മിനെ വരണേ പ്ലീസ്. ഒന്ന് വാർ ചാറ്റിലൊക്കെ ഇട്ടാ വരുമൊന്നും ഇല്ലടാ. അല്ല നോട്ടീസ് ഇട്ടൊന്നും ഹെൽപ്പ് ഇട്ടൊന്നും കണ്ടില്ലെന്ന് പറഞ്ഞവര് നോക്കും. എനിക്ക് ടൈം ഔട്ട് കിട്ടും. ഞാൻ വല്ലപ്പോഴും ഒക്കെ വാർച്ചറ്റില് എന്തെങ്കിലും എടുത്തുള്ളൂ. ഹലോ ലക്ഷ്യ പറഞ്ഞോളൂ. ഹലോ ബ്രോ, നമ്മള് KVP അല്ലടാ, KVP ആയിട്ടൊരു സിറ്റുവേഷൻ നടന്നായിരുന്നു. അപ്പം വാറ് കളിക്കുന്ന കാര്യം ഇപ്പൊ ഇന്ന് PVP മൊത്തത്തിൽ ഹോൾഡ് ആണോ? മൊത്തത്തിൽ ഹോൾഡാ, ഏതും പറ്റത്തില്ല. അല്ല PL ഇതൊന്നും ഇല്ലല്ലോ ഇന്നിപ്പം. സെർവർ സൈഡിൽ നിന്ന് ഇപ്പോ അടുത്ത അനൗൺസ്മെന്റ് വരുന്നതിന് എന്തായാലും ഹോൾഡ് ആണെന്ന് പറഞ്ഞു. ഓൺഗോയിങ് സിറ്റുവേഷൻ അല്ലേ? ബാക്കി എല്ലാ ദിവസവും ഈ പറയണ പോലെ PL ഇതുമല്ലല്ലോ. ഇപ്പൊ ഇന്ന് PL ഇതൊക്കെ നോർമൽ ആയിട്ട് ഇരിക്കുമ്പോഴെല്ലാം നമുക്ക് ഈ വാറൊക്കെ കളിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ അങ്ങനെയാണ് പറഞ്ഞത്. ഞാൻ കൺഫേം ആക്കിട്ടൊന്നും വിളിച്ചാലോ? വല്ലുള്ളി എന്തിനാണ് വിളിക്കുന്നത്? അണ്ണാ എവിടെ ഉണ്ട്? ഹലോ അണ്ണാ എവിടെ ഉണ്ട്? പറയടാ. എവിടെ ഉണ്ട്? ഗ്യാങ് ഹൗസിലുണ്ട്. അതായിരുന്നു ചാച്ചാ. വരുന്നു. എനിക്ക് ഇവന്റെ സൗണ്ട് കേൾക്കുമ്പോഴേ എനിക്ക് അരോചകമായിട്ട് തോന്നും.